ഇന്നൊരു ഫ്രൈഡേ നൈറ്റാണ്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാം. ആദ്യം തന്നെ എനിക്കൊരു ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്കോട്ടേക്ക് പോകാം. അപ്പോൾ ഇതാ ഹോസ്പിറ്റലിലെത്തി അവിടുത്തെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ മരുന്നിന് വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാം. കാരണം ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് തന്നെ ഒരു 9 മണി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുഴപ്പമില്ല, നമുക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ 12-1 മണി വരെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പർച്ചേസിന് പോകാമെന്ന് വിചാരിച്ചു. ഫുഡ് ഇതാ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചെമ്മീൻ റോസ്റ്റും പിന്നെ വെജിറ്റബിൾ കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴത്തെയും പോലെ കോഴിക്കോട് സ്റ്റാറിൽ തന്നെയാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നമ്മളെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവുക. അപ്പോൾ അടുത്തുള്ള ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇതാ കുറേ കളക്ഷൻസ് കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ ഗിഫ്റ്റ് ബാഗും ബോക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെഷനിലും പോയി വെറുതെ ഒന്ന് കാണാമല്ലോ, ഇങ്ങനെ നടന്ന് കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഇതാ കുറച്ച് ഫ്ലാസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുകൂടി വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് എത്തി കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ സത്യത്തിൽ മറന്നുപോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ എണീറ്റതിന് ശേഷം ചൂടൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ്. പക്ഷേ ഭയങ്കര ചൂടാണ് കേട്ടോ. ഇപ്പോൾ ബാൽക്കണിയിലൊന്നും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിന്ന് ഒരു മുട്ട അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളെ വെള്ളയപ്പത്തിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, ആ ബാറ്റർ നമ്മൾ ഒഴിച്ചതിന് ശേഷം അതിലോട്ടേക്ക് നമുക്കൊരു എഗ്ഗ് പൊട്ടിച്ചിടാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി എഗ്ഗിൻ്റെ മുകളിലായിട്ട് കുറച്ച് പെപ്പറും സോൾട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ആദ്യം വെള്ളപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ചുറ്റിക്കുക. എന്നിട്ട് ഒരു എഗ്ഗ് ഒട്ടിക്കുക. എന്നിട്ട് ആ ഒരു എഗ്ഗും നല്ല രീതിയിൽ മൊത്തത്തിലൊന്ന് ചുറ്റിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സോൾട്ടും പെപ്പറും അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇടേണ്ടത്. പണ്ട് നമ്മൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ എഗ്ഗ് എല്ലായിടത്തും ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ക്രിസ്പിയോടെ വരും കേട്ടോ. അങ്ങനെ മോർണിംഗ് തന്നെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് കുക്കാവുന്നവരെ വേവിച്ചാൽ മതി. എന്തായാലും അടച്ച് വെക്കുമ്പോൾ മുകളിലെ ഭാഗം കൂടി വേവിച്ച് വരും കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കഴിച്ചതിന് ശേഷം ബാക്കി പരിപാടിയിലോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് കുറച്ച് ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ എനിക്കൊരു കേക്ക് ടോപ്പറാണ് റെഡിയാക്കി എടുക്കാനുള്ളത്. അത് പെട്ടെന്ന് തന്നെ കസ്റ്റമർ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. യൂഷ്വലി കേക്ക് ടോപ്പറൊക്കെ ഇവിടെ വന്നിട്ട് പിക്ക് ചെയ്യാണ് കേട്ടോ ചെയ്യാറ്. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു പാട്ടായിട്ട് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.